ഈശോയേ ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 10 1 മുതൽ 12 വരെയും 17 മുതൽ 20 വരെയുമുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ. നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാതിരുന്നാൽ തെരുവിലിറങ്ങി നിന്നുകൊണ്ട് പറയണം, നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദിവസം സോദോമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റേതിനേക്കാൾ സഹനീയമായിരിക്കും. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം നമുക്ക് ഏറ്റുചൊല്ലാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ
കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഈശോയുടെ തിരുവിലാവിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീർച്ചാലായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ മാസം 5-ാം തീയതി ഈ ശനിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ സ്വരം കേൾക്കാൻ കാത്തിരിക്കുമ്പോൾ ഈശോ നമ്മോട് സംസാരിക്കുകയും നമ്മെ കാണുകയും നമ്മെ കേൾക്കുകയും നമ്മെ അറിയുകയും ചെയ്യുന്നു. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. നമുക്കറിയാം, ജൂലൈ മാസം ഈശോയുടെ പരിശുദ്ധ രക്തത്തിന് വേണ്ടി പ്രത്യേകമായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. ഈശോയുടെ തിരുരക്തത്തോടുള്ള ഭക്തിയുടെ അടയാളമായി ഈശോ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഈശോയുടെ തിരുരക്തത്തെ പ്രതി 2 സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപവും 2 നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപവും 2 ത്രിത്വസ്തുതിയും അർപ്പിക്കുക എന്നത് 3 വർഷം അപ്രകാരം തുടർച്ചയായി ഈശോയുടെ തിരുരക്തത്തിൻ്റെ വണക്കത്തെ പ്രതി പ്രാർത്ഥിക്കുന്നവർക്ക് ഈശോ പ്രത്യേകമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ പാപങ്ങൾക്ക് ഈശോയുടെ തിരുരക്തം പ്രത്യേകമായ വിധത്തിൽ പരിഹാരമായി മാറും എന്നതാണ് 5 വാഗ്ദാനങ്ങളിൽ ഒന്ന്. അപ്പോൾ നമുക്ക് ഈ മാസം മുഴുവൻ, ജൂലൈ മാസം മുഴുവൻ ഈശോയുടെ തിരുരക്ത ഭക്തി മനസ്സിൽ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മോട് പറയുകയാണ്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. നമുക്ക് സന്തോഷിക്കാൻ ഈ ലോകത്തിൽ കുറേ കാര്യങ്ങളുണ്ടാകാം. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നു, ജോലിയൊക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ നടന്നു, കല്യാണമൊക്കെ നടന്നു, വീട് പണിയൊക്കെ നടന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി. അങ്ങനെ സന്തോഷിക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. പക്ഷേ ഈശോ പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കേണ്ടത് ലോകത്തിൽ നിങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളെക്കുറിച്ചല്ല. ശിഷ്യന്മാർക്ക് സന്തോഷിക്കാൻ കാരണങ്ങളുണ്ടായി. അവർ വന്നിട്ട് പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നു, അങ്ങനെ രോഗികൾ അങ്ങയുടെ നാമത്തിൽ സുഖം പ്രാപിക്കുന്നു, പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അങ്ങനെ ലോകത്തിൽ സന്തോഷിക്കാൻ കുറേ കാര്യങ്ങൾ ഈശോയുടെ മുൻപിൽ നിരത്തുമ്പോൾ ഈശോ പറയുകയാണ്, നിങ്ങൾ സന്തോഷിക്കേണ്ടത് അങ്ങനെ ഇവിടെ വെച്ച് നിങ്ങൾക്ക് കിട്ടിയ ചില കാര്യങ്ങളെക്കുറിച്ചല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകളുണ്ട് എന്നതിനെ ഓർത്ത് സന്തോഷിക്കുവിൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ അതിൻ്റെ ഈ വരികൾക്കിടയിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയില്ല എന്നോർത്ത് നിങ്ങൾ സങ്കടപ്പെടുകയും വേണ്ട. കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കണ്ട, കിട്ടാത്തതിനെ ഓർത്ത് സങ്കടപ്പെടണ്ട. നിങ്ങൾ ഒരു കാര്യത്തെ ഓർത്ത് മാത്രം സന്തോഷിച്ചാൽ മതി. അതേതാണ്? നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് സന്തോഷിക്കുക. നിങ്ങൾ ഒരു കാര്യത്തെ കുറിച്ച് മാത്രം ഓർത്ത് സങ്കടപ്പെട്ടാൽ മതി. അതേത് കാര്യമാണ്? സ്വർഗത്തിൽ ഞങ്ങളുടെ പേര്, എൻ്റെ പേര് ഇല്ല എന്നൊരവസ്ഥയാണെങ്കിൽ അതിനെ ഓർത്ത് മാത്രം സങ്കടപ്പെട്ടാൽ മതി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് സന്തോഷിക്കാനാണോ സങ്കടപ്പെടാനാണോ നമ്മുടെ വക? ഏതാണ് നമ്മുടെ അവകാശം? തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഈശോയോട് കൂടെ ആയിരിക്കുന്ന നമുക്ക്
ഈശോയെ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക്, ഈശോയെ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക്, എല്ലാറ്റിനുമുപരി നമ്മൾ ഈശോയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ ഉണ്ട് എന്നതിനെ ഓർത്ത് അഭിമാനിക്കുകയും സന്തോഷിക്കുകയും അതിൽ മാത്രം അഭിമാനം കൊള്ളുകയും ചെയ്യാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പരിശോധിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, നമ്മുടെ അന്തരംഗത്തെ നമ്മൾ പരിശോധിക്കുകയാണ്. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെ ഞാൻ ആനന്ദം കണ്ടെത്താൻ പരിശ്രമിച്ചത് സ്വർഗത്തിൽ എൻ്റെ പേരെഴുതി ചേർക്കുന്നതിലാണോ? ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ ശ്രദ്ധാലുവായിരുന്നു. അതിന് പകരം ഞാൻ ആനന്ദിക്കാൻ, സന്തോഷം കണ്ടെത്താൻ പരിശ്രമിച്ചത് എൻ്റെ ചില പ്രവർത്തികളുടെ ഫലദായകത്വത്തിലും വ്യക്തികളിലും വസ്തുക്കളിലും ലോകത്തിലുമായിരുന്നു. ദൈവത്തെ മറന്ന്, ജീവന്റെ പുസ്തകത്തിൻ്റെ കാര്യം മറന്ന് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ അഭിരമിച്ചതിനെ ഓർത്ത് നമുക്ക് അനുതപിക്കാം. അതുപോലെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തു മാറ്റുന്ന വിധത്തിൽ ചില പാപങ്ങളിലേക്ക് നമ്മൾ വീണുപോയ സാഹചര്യങ്ങളെ ഓർത്തനുതപിക്കാം. ചെയ്യാൻ ഉദ്ദേശിച്ച നന്മ ചെയ്യാതെ ചെയ്യരുതെന്ന് കരുതിയ തിന്മകൾ ചെയ്തു പോയതിനെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അവിടുന്ന് നമ്മുടെ മേൽ വർഷിച്ചു കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് കരമടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ തടസ്സങ്ങളും മാറും. പിശാചിക പീഡകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ. കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഓരോ അനുഗ്രഹത്തെ ഓർത്ത് എണ്ണി എണ്ണി നന്ദി പറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി കരമടിച്ച് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരാഴ്ചക്കാലം മുഴുവൻ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടിയും കർത്താവ് നമ്മെ പ്രത്യേകമായി ഭരമേൽപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, മക്കളെ, സഹോദരങ്ങളെ കർത്താവ് നമ്മെ പ്രത്യേകമായി ഭരമേൽപ്പിച്ചിട്ടുള്ളവരാണ്. നമുക്ക് വേണ്ടി തന്നെയും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാവരുടെയും പേര്, എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടാകണമെന്നത് നമ്മുടെ ഒരു പ്രൈമറി കൺസേൺ ആയിട്ട് തീരട്ടെ, ഒരു പ്രൈമറി ഇൻറ്റൻഷനായിട്ട് മാറട്ടെ.
സ്വർഗരാജ്യത്തിൽ പേരുണ്ടാവുക എന്ന് പറഞ്ഞാൽ സ്വർഗത്താൽ അംഗീകരിക്കപ്പെടുക എന്നാണ് അർത്ഥം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്താൽ അംഗീകരിക്കപ്പെടുക, അപ്രൂവ് ചെയ്യപ്പെടുക എന്നാണ് അർത്ഥം. ഞാൻ ദൈവത്താൽ സ്വീകരിക്കപ്പെടുന്ന ഒരാളായി, ഞാനും എൻ്റെ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ സന്നിധിയിൽ അഭിമാനിക്കാൻ അർഹതയുള്ളവരായി പ്രത്യക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് നിയോഗങ്ങൾ, ഭൗതികമായ നിയോഗങ്ങൾ, ജോലിയുടെ മേഖലകൾ, വിവാഹത്തിൻ്റെ മേഖലകൾ, ആരോഗ്യത്തിൻ്റെ മേഖലകൾ, സാമ്പത്തിക മേഖലകൾ, കുടുംബസമാധാനത്തിൻ്റെ മേഖലകൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ഈ രാത്രിയിൽ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഈ രാത്രിയിൽ ഭക്ഷണമില്ലാത്തവർ, പട്ടിണി കിടക്കുന്നവർ, യാത്ര ചെയ്യുന്നവർ, താമസിക്കാൻ ഭവനമില്ലാത്തവർ, ഭവനങ്ങളിലും ആശുപത്രികളിലുമായി രോഗികളായി കഴിയുന്നവർ, തളർന്നു കിടക്കുന്നവർ, മാനസിക രോഗത്തിന് ചികിത്സയിലായിരിക്കുന്നവർ, മദ്യപാനത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായവർ, വിശ്വാസം നഷ്ടപ്പെട്ടവർ, കുടുംബസമാധാനമില്ലാത്ത കുടുംബങ്ങൾ, അതുപോലെ തന്നെ വിദൂരങ്ങളിൽ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്നവർ, പഠിക്കുന്നതിന് ജോലിക്കൊക്കെ വേണ്ടി ഭവനത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വരുന്നവർ, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ, കൈക്കുഞ്ഞുങ്ങൾ, വിദ്യാർത്ഥികൾ, യുവതി യുവാക്കൾ, ജോലി അന്വേഷിക്കുന്നവർ, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, വിവാഹപ്രായമൊക്കെ കഴിഞ്ഞിട്ട് വിവാഹം നടക്കാത്തവർ, എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ഈശോയേ, സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നതിനെ ഓർത്ത് ആനന്ദിക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെടുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്
പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ളൊരു രാത്രി ആശംസിക്കുന്നു. നാളെ ഞായറാഴ്ച കൂടുതൽ സ്നേഹത്തോടുകൂടെ ആരോഗ്യത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ എല്ലാവർക്കും സഹായിക്കട്ടെ, എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ ഞങ്ങൾ വൈദികരുടെ, അച്ഛൻ്റെ അടക്കം വൈദികർക്കുള്ള വാർഷിക ധ്യാനം നടക്കുകയാണ്. നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.